ആശാനെ, ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ വലിയൊരു മോഷണം നടത്തണം. കില്ലാപ്പി വന്നിട്ട് പറയാം. പഞ്ചമിത്തറയിൽ ഒരു സാധനമുണ്ട്, അത് നമുക്ക് എടുക്കണം. എന്താണ് ഈ പഞ്ചമിത്തറ? ഈ ആൽത്തറയില്ലേ, അത് പഴയ പഞ്ചമിത്തറയാ. ഞാനില്ല. അത്രയും മുടച്ച് എന്ത് കിട്ടാനാ? പഞ്ചമിത്തറയെ പറ്റി എന്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചമിത്തറ അതൊരു കഥയാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ലക്ഷങ്ങളുടെ വിലയെടുപ്പുള്ള സാധനമാണ്, പക്ഷെ അത് അവിടെ നിന്ന് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് വിലപിടിപ്പുള്ളയാണോ? അത് അവിടെ നിന്ന് എടുത്താൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. രക്ഷപ്പെടുന്ന ഉറപ്പാണെങ്കിൽ ഇന്ന് നമ്മൾ മോഷ്ടിക്കും. വഴി അറിയാം, സ്ഥലം അറിയാം, കൂടെ വന്നാൽ മതി. അഥവാ പേടിയാണെങ്കിൽ വിടിരുന്നാ മതി. എവിടെ പോവാ? ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്കും പേടി, ഞാനും പേടി. ഈ നിധിയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് മടത്തിലാശാന. പഞ്ചമിത്തറയിൽ നിധിയുമുണ്ട്, പ്രേതവുമുണ്ട്. നമ്മുടെ ജീവിതവും മരണവും വെച്ചിട്ടുള്ള കളിയാ. ഇതാണ് പഞ്ചമിത്തറ. ഇത് ഇവിടുന്ന് എടുക്കാൻ പറ്റും? ഇത് കുഴിച്ചെടുക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധനം ഇതാ. അയ്യാ, ഓടാൻ വയ്യ. അവനെന്തിയടാ? അവനാ വഴിതെറ്റി ആ കാട്ടിലോട്ട് ഓടിക്കയറിയിട്ടുണ്ട്. ഇതാ മടത്തിലാശന്റെ വീടാ. ഞാൻ ആദ്യം പോയി സംസാരിക്കാം, നിങ്ങൾ പുറകെ വന്നാൽ മതി. എനിക്കറിയാം നീ വരുമെന്ന്. ആശാനെ, രക്ഷിക്കണം, ഒരബദ്ധം പറ്റിപ്പോതാ. പഞ്ചമിത്ര അത് മരണം പതിയിരിക്കുന്ന സ്ഥലമാണ്, പക്ഷെ നീ എന്നെ ചതിച്ചു. രക്ഷിക്കണം. പഞ്ചമിത്രയിലെ നിധിയും ശക്തിയും ഞങ്ങളുടേത്. അത് എടുക്കണമെങ്കിൽ ഞങ്ങളെ കൊണ്ടും പറ്റില്ല. നീ നിന്റെ കൂട്ടുകാരെ ചതിച്ചു. കൂടെ ഇന്ന് ചതിക്കുന്നതാണോ? ഞാൻ നിങ്ങളാരും ചതിക്കണം വിചാരിച്ചത് കൊണ്ടുപോയല്ല. പഞ്ചമിത്തറ നിധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടത്തില്ല, അതിനുവേണ്ടി ചെയ്തോ? ആശാനെ, ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. പഞ്ചമിത്തറ ഞങ്ങൾ ഓടി വഴി ഞാൻ വീണു. വീഴ്ച ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ കൽവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു. ആ തെളിഞ്ഞു നിൽക്കുന്ന കൽവിളക്കിന്റെ വട്ടത്തിൽ ഞാൻ മുടിയടിച്ചിരിക്കുന്ന രൂപത്തെ കണ്ടു. അത് അവളാണ് പഞ്ചമി. ആൽത്തറയിൽ ചോര കൊണ്ട് എഴുതി ചേർത്ത സത്യം. നീ ദേശത്തിന്റെ ദേവതയാണ്, ഇവിടുത്തെ ജനങ്ങളെ കാക്കുന്ന ദേവത.